ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ ചെന്ന് അതിന് ഇൻട്രോ പറയാനും ഇതിനൊന്നും ഒഴിവ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇവിടുന്ന് തുടങ്ങി വെച്ച് പോയ ജസ്റ്റ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാമല്ലോ നോമ്പ്. ഞാൻ കരുതി എന്താ ഉണ്ടാക്കുന്നത് അതെല്ലാം നമ്മൾ കാണിക്കും. കുട്ടികളുമായിട്ടുള്ള നോമ്പ് തുറയൊക്കെ ഇൻഷാ അല്ലാഹ് കാണിക്കണം കരുതിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നലത്തെ നോമ്പ് തറ ഉഷാറായി എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ ആരും ഉണ്ടായില്ലല്ലോ. ഞാൻ ഒറ്റക്കൊള്ളുന്ന പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോഴാണ് ഇക്ക വൈകുന്നേരം ആയപ്പോൾ പോരുന്ന ഫസ്റ്റ് നോമ്പ് അല്ലേ, ഭയങ്കര തലവേദന കാര്യങ്ങളായപ്പോൾ ഞാൻ വരുന്നുണ്ട് കാരണം അങ്ങനെ പോന്നു. അപ്പോൾ ഇന്നലെ ഒന്നും ഉണ്ടാക്കാനൊന്നും കൂടിയിട്ടില്ല കേട്ടോ. ഇന്നലെ ഞാൻ പുറത്തുനിന്ന് വാങ്ങണമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഒന്നും നടന്ന് വെക്കാറുണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്നു മട വെറുതെ എന്തിനാ ഈ നോമ്പ് നോറ്റി പുറത്തുള്ളത് കഴിക്കുന്നത്. നമുക്ക് എന്താ വെച്ചാൽ വെക്കാൻ കഴിയുന്നത് ചോറ് വെക്കുകയാണെങ്കിൽ അത് വെച്ചാലും മതി എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കരുതുന്ന വാങ്ങണ്ട. അവിടെ ചെന്നിട്ട് ഞാൻ അരി പൊതിർത്തി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തിളച്ച വെള്ളത്തിൽ പുഴുങ്ങലരിന്ന 10 ചുട്ടെടുക്കുക, കഴിയുന്ന വിധത്തിൽ ചുട്ടെടുക്കുക എന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ നമ്മളെ ഫാത്തിമല്ലേ മേലിന്നങ്ങ് ഇറങ്ങിയിട്ടില്ല. ഭയങ്കര കരച്ചിൽ. കസാരയിൽ തിരക്കാണെങ്കിൽ എടുക്കാൻ കഴിയൂല, അത്രയും തലവേദന എടുക്കുക കിടന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ നമ്മളെ സഹായിച്ചലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കുട്ടീനെ എടുക്കാൻ പറഞ്ഞ് എടുപ്പിച്ചാനും പറ്റൂലല്ലോ, നോമ്പ് നോറ്റി കുഴങ്ങിയല്ലോ പോലും. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ പൊതുവെ സാധാരണ കുഴങ്ങലില്ല, അത് വേറെ കാര്യം. എന്നാലും വേണ്ടില്ല, ഓല് കുഴങ്ങും പോലെ അവിടെ കിടന്നോട്ടെ എന്ന് കരുതി. എന്നിട്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒക്കെ വന്ന് അങ്ങനെ നമ്മൾ ജ്യൂസെല്ലാം കലക്കിട്ടോ. ഇന്നലെ വത്തക്ക ഞാൻ പറഞ്ഞ ജ്യൂസ് അടിച്ചാൽ മുന്തിരി കൊടുന്ന് വെച്ചിട്ട് ജ്യൂസ് അടിച്ചാന്നെല്ലാം പറഞ്ഞു. വെക്കാനെ മുന്തിരി ജ്യൂസ് അടിച്ചാലൊന്നും പോയില്ല, നമുക്ക് വത്തക്കള്ളം കളിക്കാൻ മതി അറിഞ്ഞും ചെയ്തു. പിന്നെ ഞാൻ പഴം വാങ്ങിന്, അതങ്ങ് പൊരിച്ചും ചെയ്തു. കട്ട്ലേറ്റിനില്ലേ എല്ലാം നിങ്ങൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയാൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയെല്ലാം നുറുക്കി റെഡിയാക്കി വെച്ചിരുന്നു. ചിക്കൻ തന്നെ പൊരിച്ചാലൊക്കെ മസാല പിടിപ്പിച്ചൊക്കെ ചെയ്തു. പക്ഷേ ഒന്നിനും ഫാത്തിമ അയക്കാത്തതുകൊണ്ട് ഇന്നലെ ഒന്നും ഉണ്ടാക്കിയില്ല. വെറും ഒരു പഴംപൊരിയും ഫസ്റ്റ് നോമ്പന്നെ അങ്ങനെ പഴംപൊരിയും മുന്തിരിയും വത്തക്കയും ഫ്രൂട്ട്സായിട്ട് അങ്ങനെ വെച്ച് പിന്നെ ഈത്തപ്പഴം അതും കൊണ്ട് നോമ്പ് തുറന്നു കേട്ടോ. എന്തായാലും നല്ല ഹയർ ഇത്രയെങ്കിലും കിട്ടി നമ്മൾ നോമ്പ് തുറക്കുന്നില്ല. ഇതും കിട്ടാത്തവർ എത്ര ഉണ്ടാവും. അങ്ങനെ ഉദ്ദേശിച്ചാൽ നമുക്ക് കഴിയുന്ന വിധം നമ്മൾ ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇപ്പം എന്താ തിന്നലല്ലല്ലോ, നോമ്പ് തുറന്നാൽ വേണ്ടത് നമുക്ക് വെള്ളമാണ്. അത് നല്ലോണം വേണം, അത് ആർക്കാലും വേണം. എത്ര ഉണ്ടാക്കിയാലും വെള്ളം കിട്ടൂല, അത്രയും ദാഹിച്ചിട്ടുണ്ടാകും. നമ്മളൊരു ഉച്ചക്കാവുമ്പോൾ കരുതാം എന്തൊരു ദാഹമെന്നെല്ലാം കരുതൂല. അതാണ് പറഞ്ഞത്, വെള്ളം കുടിച്ചിട്ട് നമ്മൾ വയറങ്ങ് അറക്കും. പിന്നെ പൊരിക്കടി ഉണ്ടെങ്കിൽ നോക്കണ്ട, പൊരിക്കടി ശരിക്കും നമ്മളതിന് കേടാണ് നമുക്ക്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒന്ന് വേണമല്ലോ കടിക്കാൻ നോമ്പ് തുറക്കുന്ന സമയത്ത്. ഞാനൊക്കെ ആദ്യം ഫുള്ള് അതന്നെ കഴിച്ചിന് കേട്ടോ. പൊരി അങ്ങ് തിന്ന് വയറ് നിറക്കും. അപ്പോൾ ഇക്കുറി ഹോമിയോ ഡോക്ടറെ കാണിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പൊരിക്കടി കൂടുതലായിട്ട് കഴിക്കണ്ട, കൊളസ്ട്രോൾ ഉള്ളതാണ്. കൊളസ്ട്രോൾ ഇല്ല, കൊളസ്ട്രോൾ വരും. പിന്നെ കൊളസ്ട്രോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, റാഹത്തായിട്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നും അധികം കയറ്റണ്ടെന്നില്ല പറഞ്ഞിട്ടുണ്ട് ഹോമിയോ കാണിച്ചപ്പോൾ. അപ്പോൾ പിന്നെന്താ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അന്നിപ്പോൾ ഞാൻ അരിയെല്ലാം അരച്ച് വെച്ചിട്ട് പോന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉള്ളി ഇതൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കിയപ്പോൾ അതിന് കുട്ടി നീച്ചു. എന്നാലും ഞാൻ കുറച്ചെല്ലാം റെഡിയാക്കി വെച്ചെടുത്ത് ബാക്കി ഉമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി എന്താണെന്ന് അറിയില്ല, കിഴങ്ങെല്ലാം പുഴുങ്ങി കൊടുത്ത് അങ്ങനെ പോകുന്നതാണ്. എന്നെക്കൊണ്ട് കഴിയുന്ന വിധം ഞാൻ എടുക്കും. അതിപ്പോൾ ഇനി ഒറ്റക്കാണെങ്കിലും ആളുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം ഞാൻ എടുക്കും. പക്ഷെ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല, ഒരാളെ മനസ്സറിഞ്ഞ് ബുദ്ധിമുട്ടിച്ചില്ല. പിന്നെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ വന്ന് നമ്മൾ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ഞാനും പിന്നെ ആ ഒരു മൈൻഡിൽ തന്നെ ഞാനും എടുക്കുള്ളൂ. കാരണം നമ്മളത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങ് നമ്മൾ ഓരോന്ന് പറഞ്ഞു കണ്ടില്ലാതായി കഴിഞ്ഞാൽ നമുക്കും അതിനനുസരിച്ച് സങ്കടങ്ങളും മനസ്സിലുള്ളിലും കുറേ ഉണ്ടാവും. അത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു പ്രയാസമായിട്ട് കിടക്കുക ചെയ്യും മനസ്സിൽ. അത് പിന്നെ ആ ഭാഗം ടിഷ് ഗോവിന്ദ. പിന്നെ വേറെ എന്താ ഇപ്പം നിങ്ങളോട് പറയാനില്ല, അത് അടക്കട്ടെ. റമദാൻ മാസം നോമ്പ് നോറ്റി വെറുതെ അത് പറയണ്ടല്ലോ. പിന്നെ ഇപ്പോൾ വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
ലനബ് സ്കൂൾ വിട്ടാലും വരുമ്പോഴൊക്കെ ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ കയറൽ ഉമ്മ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് കയറും അവിടെ തന്നെ ഇറങ്ങലാണ് കേട്ടോ. ഉമ്മ അറിയുമ്പോൾ ഏത് ഉമ്മേന്ന് വരും, വടകരത്ത് ഉമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓനെ അവിടെ തന്നെ ഇറങ്ങലും കയറലൊക്കെ. മറ്റേ എൻ്റെ വീട്ടിൽ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇറക്കലുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഇറക്കിയിരുന്നത്. ചെറിയ കുട്ടിയല്ല, ഓനെ കൊണ്ടുവരാനും കൊണ്ടേക്കാനൊക്കെ ആൾ വേണം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലാക്കുന്നത് സേഫല്ല മക്കളെ. അത് ഏതൊരാളെ മക്കളാണെങ്കിലും സേഫല്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണ രീതിയിൽ മനസ്സിലായി. പിന്നെ ഇപ്പോൾ പറയാനുള്ളത് ഫാത്തിമാൻ്റെ ഫസ്റ്റത്തെ നോമ്പേന് ഇന്നലെ അവൾ നല്ല രീതിയിൽ അങ്ങ് എൻജോയ് ചെയ്ത് തിന്ന്. നമ്മളിട്ടുന്ന വെള്ളവും അതൊക്കെ വെള്ളവും പായമ്പൊരി എല്ലാം കഴിച്ച് കണ്ട് നല്ല റാഹത്തിൽ സുന്ദരി കുട്ടിയായിട്ട് അടങ്ങിയൊതുങ്ങിയിരുന്നു കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈ സമയത്തോളം എൻ്റെ വയറ്റിലാണ്. കാരണം എനിക്കൊക്കെ ഭയങ്കര ഇത്, ഞാൻ നോമ്പ് എങ്ങനെ ഫുള്ളാക്കാന്നില്ലായിരിക്കുന്നു. കാരണം ഓളെ വയറ്റിലുണ്ടായിരിക്കുമ്പോൾ ഭയങ്കര ഗതികേടായിരുന്നു. 9ാം മാസമൊക്കെ 8 കഴിയാനായിരുന്നു. ആ സമയത്ത് ഞാനും കുട്ടികളും നോമ്പിന് ഇവരുണ്ടായിരുന്നു, കുട്ടികൾ മറ്റൊരു 2 ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് കഴിയുന്ന വിധം ഞാൻ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും റിസ്ക് എടുത്ത സമയത്തും ഒരാളെയും ബുദ്ധിമുട്ടിച്ചാലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും എന്നെക്കൊണ്ട് കഴിയും വിധം ഞാൻ ആക്കി കൊടുക്കും. അതിലപ്പുറം എന്നെക്കൊണ്ട് കഴിയില്ലല്ലോ. ഈ സ്കൂൾ ഇട്ട് ചെന്നാൽ 4:30 സ്കൂൾ വിടുക, 4:30 അല്ല 3:30 സ്കൂൾ ഇട്ട് ചെന്നാൽ ഇവിടുന്ന് എത്തി സ്കൂളിൽ നിന്ന് എല്ലാം അടച്ച് റെഡിയായി ഞാൻ ഇറങ്ങുമ്പോൾ 4 മണിയാവും. 4 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിലെത്തുമ്പോൾ 4:10 4:15 ഒരു ബസ് കിട്ടും. അതിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ 4:45 ആ സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടീനെ എടുക്കാനും ഉമ്മാൻ്റെ അടുത്ത് പോകണം. ഉമ്മാൻ്റെ അടുത്ത് പോയി കുട്ടീനെ എടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടിക്ക് ഇങ്ങനെ അത്രയും സമയം കാണാതിരിക്കുന്ന ഓള് ആ സമയത്ത് ഓള് കണ്ടാൽ ഓൾക്ക് പാൽ കുടിക്കേണ്ടി വരും. ഓള് ചെറിയ കുട്ടിയല്ലേ. ഓള് ഒരു ഫോണിന് ഒരു പ്രശ്നമുണ്ട്, ചൂടാവുന്ന എപ്പോഴാണ് അടിച്ച് പോകണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഓൾക്ക് പാല് കൊടുക്കണില്ല. അപ്പോൾ പിന്നെ ഓള് നമ്മളെ അടുക്കളയ്ക്ക് അങ്ങനെ വെറുതെ അങ്ങ് വിടുവാൻ സമ്മതിച്ചില്ല. അതാണ് ഇന്നലെയൊക്കെ ചോറാക്കാനുള്ള ഇത് കേട്ടോ സംഭവം. അല്ലാതെ ഉണ്ടാക്കാൻ പ്രയാസം, ഉണ്ടാക്കാൻ അറിയാനിട്ടൊന്നുമല്ല കടികൾ. ഓളെ ഞാൻ കരുതി ഓൾ പാവല്ലേ എത്രയും സമയം ഉമ്മാൻ്റെ അടുത്ത് എന്നെ കിട്ടാനുണ്ട്. അപ്പം ഇന്നലെയൊക്കെ അല്ലേ ഓളാക്കി കൊടുത്തപ്പോൾ കരയുക, എനിക്ക് സങ്കടമായി. അമ്മമ്മാന്ന് വിളിച്ച് കരയുന്ന അവള്. കാരണം ഓൾക്ക് മനസ്സിലായി തുടങ്ങി ഓളവിടെ ആക്കുന്നത് എനിക്ക് പോരാൻ വേണ്ടിയിട്ടാണെന്നില്ലേ. അപ്പോൾ കൂട്ടുകാരി നമുക്ക് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടി ഇതിൽ കാണാം കേട്ടോ. എന്നാൽ ബായ്, ഞാൻ സ്കൂളിൽ വീട്ടിൽ പോട്ടെ. എന്താ ഇന്നത്തെ അവസ്ഥ എന്നില്ല കാണിക്കാം. ഓക്കെ ബായ്. അപ്പോൾ കൂട്ടുകാരിൽ നിന്ന് നോമ്പ് തുറക്കാൻ ആക്കിയിട്ടുള്ള സംഭവങ്ങളൊന്ന് കട്ട്ലേറ്റും പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, അത് വാട്ടുകയാണ് ചെയ്തത് കേട്ടോ. കാരണം നമുക്ക് അതിന് എത്തുള്ളൂ, പാടാവില്ല, ഒരുങ്ങൂല എന്തായാലും. ഞാൻ എത്തിയപ്പോൾ തന്നെ 5:15 അപ്പോൾ പിന്നെ അതൊക്കെ തന്നെ റെഡി ആവുള്ളൂ. അങ്ങനെപ്പോൾ എല്ലാം ആക്കിയിട്ട് ബാങ്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ. അപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന വത്തക്കള്ളം കലക്കിയും മുന്തിരി ജ്യൂസുണ്ട്. പിന്നെ അതേപോലെ ബ്രെഡ് വാട്ടും ചെയ്തേക്ക്, കട്ട്ലേറ്റും കുറച്ച് പച്ചമുന്തിരി എടുത്തേക്ക്, ഈത്തപ്പഴം പിന്നെ വത്തക്ക ഉണ്ട്. അപ്പോൾ പിന്നെ കലക്കിയതുകൊണ്ട് അതിൽ മുറിച്ച് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിച്ച് ചോദിക്കാൻ ഞാനൊന്ന് കാണട്ടെ അറിയാം. അപ്പോൾ ഞാൻ എന്നെ കാണിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടോ. അങ്ങനെ ഇപ്പോൾ ഇനി വൈകുന്നേരം നമ്മൾ നോമ്പ് തുറന്ന് കുറച്ച് നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചായ കുടിക്കട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറി റെഡിയാക്കുന്നതാണ് കേട്ടോ. ഞാൻ ചിക്കൻ ഒരു കടായി പോലെ അങ്ങ് വെക്കാമെന്ന് കരുതി. എന്നാലും അതാണ് അത്താഴത്തിനൊക്കെ അതാ വെച്ചാൽ. ഇത് പിന്നെ ഉമ്മ കിഴങ്ങ് ഇല്ലേ പൂള, അത് പുഴുക്കുണ്ടാക്കിയതാണ് കേട്ടോ. അതും കഞ്ഞി, ചെറിയ അരിക്കഞ്ഞിയും വെച്ചേക്കുമ്മ. ഉമ്മക്ക് അത് മതി പറഞ്ഞാണ്ട് ഉണ്ടാക്കിയതാണ്. വടകരത്തെ പത്തില് സ്പെഷ്യൽ പത്തില് പൊടിയാണ് ഉണ്ടാക്കിയിട്ട് അതങ്ങനെ തന്നെ എവിടെ വെച്ചാൽ അത് റെഡിയാവില്ല. അത് വടകരന്ന് ചുടുന്നത് അത് വേറെ ടേസ്റ്റ്. അവിടെ തന്നെ പോരാ. എന്നാലും ഞാൻ പറയും നല്ല സോഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ചുട്ടത്. ഞാൻ ചുട്ടാലും ഇത്രയൊന്നും സോഫ്റ്റായിട്ട് കിട്ടില്ല, എന്താ അറിയില്ല. അപ്പോൾ ഇതാ ഇക്കാൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇത് പത്തില്. ഇപ്പോൾ കുറേ ആയില്ല ഇത് തിന്നിട്ട്, വടകര പോയിട്ടും തിന്നലില്ല ഇപ്പോൾ ഒന്നും. ആദ്യമൊക്കെ പോയാൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അരക്കാൻ പിന്നെ ഞങ്ങൾ പോയാൽ തന്നെ പിറ്റേന്ന് പോരുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ പിന്നെ ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ കൂട്ടുകാർ എല്ലാവരും ഭക്ഷണം കഴിച്ച് കടന്നിട്ട് ഞാൻ കുട്ടീനെ ഇറക്കാൻ വേണ്ടി പോയത്. ഇതാ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതാ പത്തിലൂടെ ഒരു ഭക്ഷണം എനിക്ക് തിന്നു. അതേപോലെ പൂള ചിക്കന്
കഞ്ഞി ഇതെല്ലാം ഉമ്മ ആക്കിയതാട്ടത്. കഞ്ഞി ചെറിയൊരു കഞ്ഞി. അപ്പോൾ ഞാൻ കൂട്ടിയത് എല്ലാം കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ അതിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാരെന്നെ നമുക്ക് നമ്മളെ വീഡിയോ നിർത്തുകയാണേ. അല്ലെങ്കിൽ നമുക്ക് നാളെ ഇത് രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ മാക്സിമം ഞാൻ ശ്രമിക്കാം എല്ലാത്തിൻ്റെ ഓരോ വിശേഷങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. 30 നോമ്പിൻ്റെ തുടർച്ചയായിട്ട് ഇടണമെന്ന് കരുതിയിട്ടുണ്ട്. എന്നാൾ ഇതേപോലെ വീഡിയോ തുടർച്ചയായി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കുട്ടികൾക്ക് സുഖമില്ലാതായത്. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ മുന്നേ അങ്ങ് പോയിട്ടോ. കാരണം അത്രയും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ വീഡിയോ നിർത്തി വെച്ചു. കുട്ടിക്ക് എന്താ പറയുക ഭയങ്കര കേട്. പിന്നെ വീഡിയോ എടുക്കാൻ മൈൻഡൊന്നുമില്ല. പിന്നെ ഓരോ കാര്യങ്ങളും ടെൻഷനൊക്കെ ആയിട്ട് അങ്ങ് പിന്നെ ആ ഒരു ചുറ്റുപാടായിരിക്കുമല്ലോ. പിന്നെ നമുക്ക് വീഡിയോനും മൂടൊന്നുണ്ടാകും. അപ്പോൾ ഞാൻ കരുതി എന്തിനും നമ്മൾ അന്നൊരു കാര്യമല്ല, ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഈ വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടും. വീഡിയോ ഇടുമ്പോൾ എന്താ അറിയില്ല. പിന്നെ ഇതിൽ മാത്രമായിരിക്കും ചിന്ത, നമുക്ക് വ്യൂസ് കൂടുന്നുണ്ടോ, സബ്സ്ക്രൈബർ കൂടുന്നുണ്ടോ, വാച്ച് ടൈം കൂടുന്നുണ്ടോ എന്ന് വേറെ ഒന്നും നമുക്ക് നമ്മൾ ആലോചന പോകില്ല. എന്തോ ആവട്ടെ എന്ന് എഴുതിക്കാൻ ഞാൻ എന്തോ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇനി അത്താഴത്തിന് എണീക്ക്. എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.